നമ്മളുടെ ഈ ഒരു പഠന പരമ്പരയിലെ 200ാമത്തെ ഒരു സെഷനിലേക്കാണല്ലോ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമ്മൾ പഠിക്കുന്നത് 10 കൽപ്പനകളുടെ വേദശാസ്ത്രവും അതിന്റെ നീതിശാസ്ത്രവും എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ 3ാമത്തെ കൽപ്പന, പുറപ്പാട് പുസ്തകം 20ാം അധ്യായത്തിന്റെ 7ാമത്തെ വാക്യം, യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്നുള്ള ആ ഒരു കൽപ്പനയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ ക്ലാസ് എടുക്കുന്നത്, ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോസ് സഹോദരനാണ്. പ്രിയ സഹോദരനെയും പ്രത്യേക ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, മോശ മുഖാന്തരം ഈ കൽപ്പന ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതിന്റെ ചരിത്രം നമ്മൾ പുറപ്പാട് പുസ്തകം 20ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോഴേ അവര് സീനായ് മരുഭൂമിയിൽ അവരങ്ങനെ ക്യാമ്പ് ചെയ്യുന്നതായിട്ടാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ സമയത്ത് ദൈവം അവർക്ക് ഈ കൽപ്പനകൾ നൽകിയെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളും ദൈവം അവർക്ക് വളരെ അത്ഭുതകരമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ നമ്മൾ ആ വേദഭാഗത്ത് മോശയ്ക്ക് പ്രത്യക്ഷനാകുന്നതും ആ കൽപ്പന മോശ മുഖാന്തരം ജനത്തിന് കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ ആ വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, അത് അന്ന് മോശ മുഖാന്തരം നൽകിയ ആ കൽപ്പനകള്, ആ ശാസനങ്ങള്, പക്ഷെ അത് കാലദേശങ്ങൾക്ക് അതീതമായിട്ട് ലോകത്തെ സ്വാധീനിക്കുന്ന വലിയ നീതിയുടെ പ്രമാണങ്ങളായിട്ട് മാറിയെന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. മതത്തിന്റെ ആ ഒരു വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് അത് മനുഷ്യന്റെ ധാർമ്മിക വ്യവസ്ഥയെയും നീതിബോധത്തെയും അതുപോലെ തന്നെ വിവിധ സംസ്കാരങ്ങളെയും നിയമനിർമ്മാണ സംവിധാനങ്ങളെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് അത് മാറി, ആ പ്രമാണങ്ങൾ മാറി എന്നാണ് നമുക്ക് പിന്നീടുള്ള അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ആധുനിക ഭരണ സംവിധാനങ്ങൾ, ഭരണഘടനകളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെ കുറിച്ചും ഒരു പൗരന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ഒക്കെ ഈ കൽപ്പനകളിൽ, ഈ 10 കൽപ്പനകളിൽ പറയുന്നുണ്ട് എന്നുള്ളത് അതിനെ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ 10 കൽപ്പനകളിലൂടെ ദൈവം കൊടുത്ത ആ പറഞ്ഞു വെച്ച ആ കാര്യങ്ങള് അത് ഇന്നും വളരെ കാലികമായിട്ട് വളരെ പ്രസക്തിയോടെ നിലനിൽക്കുന്നു എന്നുള്ളത് എത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കൽപ്പനകളെ കുറിച്ചും അതിന്റെ ഒരു വേദശാസ്ത്രത്തെ കുറിച്ചും അതിന്റെ ധാർമ്മികതയെ കുറിച്ചും എല്ലാം നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. 3ാം കൽപ്പന നമുക്കറിയാം, വളരെ പ്രത്യേകതയുള്ള ഒരു കൽപ്പനയാണ്. യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്നാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ വായിക്കുന്നത്. യഹൂദന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. മതകാര്യങ്ങളില് പൊതുവെ വളരെ കർക്കശക്കാരായിട്ടുള്ള ആളുകളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ഈ 10 കൽപ്പനകളിൽ ഈ 3ാം കൽപ്പന, യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്ന് ദൈവം അവരോട് അരുളി ചെയ്ത കൽപ്പന അവർ പല വിധത്തില് അതിനെ പ്രമാണിക്കാനായിട്ടും അതിനെ ലംഘിക്കാതിരിക്കാനായിട്ടും അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് അവർ ഈ യഹോവയുടെ നാമം ഉപയോഗിച്ചിരുന്നത് എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. യാഹ്വേ എന്നതിന് പകരം അഡോണായ് അല്ലെങ്കിൽ ദ ലോർഡ് എന്ന വാക്കാണ് അവർ പലപ്പോഴും ഉപയോഗിച്ചിരുന്നത് എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ആ വാക്കുപോലും അവരൊരു സാധാരണ അവരുടെ സംസാരങ്ങളിലൊന്നും അവർ ഉപയോഗിച്ചിരുന്നില്ല. വളരെ ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥനകളിലോ അല്ലെങ്കിൽ അങ്ങനെ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന സമയങ്ങളിലൊക്കെ മാത്രമാണ്, വളരെ അപൂർവമായിട്ടാണ് അവർ ആ വാക്ക് ഉപയോഗിച്ചിരുന്നത് എന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാനായിട്ട് സാധിക്കും, ദൈവത്തിന്റെ വചനമൊക്കെ പകർത്തി എഴുതിയ ആളുകൾ, അവർക്ക് പ്രത്യേകമായിട്ട് ചില സ്ക്രൈബ് റൂൾസ് ഉണ്ടായിരുന്നു എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കൽ എഴുതിയാല് ആ വാക്ക് പിന്നെ അവർക്ക് ഇറേസ് ചെയ്യാനായിട്ട്, മായ്ച്ചു കളയാനായിട്ട് സാധിക്കുകയില്ല. മാത്രമല്ല, അത് എഴുതുന്നതിന് മുൻപ് അവർ പ്രത്യേകമായിട്ട് ശുദ്ധീകരണം പ്രാപിച്ച് കുളിച്ച് അങ്ങനെ ദേഹശുദ്ധി വരുത്തിയതിനൊക്കെ ശേഷമാണ് അത് എഴുതിയിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് അവർ ഈ വാക്ക് ഉപയോഗിച്ചിരുന്നത്. അല്ലെ, യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്ന് ദൈവം അവരോട് കൽപ്പിച്ച ആ ഒരു കൽപ്പന പ്രമാണിക്കുന്നതിന് വേണ്ടി അവർ വലിയ ത്യാഗങ്ങൾ സഹിച്ചിരുന്നു, അല്ലെങ്കിൽ വലിയ ചില
എന്താണ് വലിയ ചില പ്രമാണങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, അല്ലെ? സത്യത്തില് ദൈവം ഉദ്ദേശിച്ചത് ഇത് തന്നെയായിരുന്നു, ഈ കൽപ്പനയുടെ യഥാർത്ഥ ആത്മാവ് ഇത് തന്നെയായിരുന്നോ എന്നുള്ളത് നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് ആ കാര്യങ്ങൾ, ആ വിഷയത്തെ കുറിച്ച് ജോഷിയേട്ടൻ നമ്മളോട് സംസാരിക്കും. നമ്മുടെ അതിന്റെ ഒരു കാലികമായിട്ടുള്ള ഇപ്പോഴത്തെ അതിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയും. മാത്രമല്ല അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ളതാണ്. അത് വളരെ ശിക്ഷാവിധിക്ക് കാരണമായിട്ടുള്ള ഒരു കാര്യമാണ് യഹോവയുടെ നാമം വൃഥാ എടുക്കുന്നത് എന്നാണ് നമുക്ക് വായിക്കാനായിട്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ദൈവം ഉദ്ദേശിച്ച ആ ഒരു കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ജോഷിയേട്ടാ, നമുക്ക് തുടങ്ങാം, അല്ലെ? എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. 10 കൽപ്പനകളെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ തുടരുന്നത്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി വിവിധ വിഷയങ്ങളെ കുറിച്ച് നാം ചിന്തിക്കാനിടയായി. ആദ്യത്തെ 2 കൽപ്പനകളെ കുറിച്ച് വിശദമായി നാം പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്ന് 10 കൽപ്പനകളിൽ 3-ാമത്തെ കൽപ്പനയുടെ ഉള്ളടക്കം എന്താണ് എന്ന് പരിശോധിക്കുവാനാണ് നാം ശ്രമിക്കുന്നത്. 1-ഉം 2-ഉം കൽപ്പനകളുടെ ഉള്ളടക്കം നമ്മൾ ശരിയായ നിലയിൽ മനസ്സിലാക്കി. ഏക സത്യദൈവമേ ഉള്ളൂ എന്ന വിലയേറിയ സത്യമാണ് നമ്മൾ 1-ാം കൽപ്പനയിൽ ചിന്തിച്ചത്. ഏക ദൈവത്തിലുള്ള വിശ്വാസത്തിന് 1-ാം കൽപ്പനയിൽ ഊന്നൽ നൽകുമ്പോൾ ആ ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് അർഹനെന്നും മറ്റ് ശക്തികളെയോ വസ്തുക്കളെയോ ഒന്നും നാം ആരാധിക്കരുത് എന്നുമാണ് 2-ാം കൽപ്പനയിൽ ഊന്നൽ നൽകി നാം ചിന്തിച്ചത്. 3-ാമത്തെ കൽപ്പനയിൽ ദൈവത്തിന്റെ നാമത്തിന് നൽകേണ്ട മഹത്വം നാം നൽകണം എന്ന ആശയമാണ് പ്രധാനമായിട്ടും അവിടെ പറയുന്നത്. 3-ാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലുമാണ് ഈ കൽപ്പന അതുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൽപ്പന നമ്മൾ വായിക്കുമ്പോൾ പ്രധാനമായും ഈ കൽപ്പനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാം. ഒന്ന്, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. നാമം വൃഥാ എടുക്കരുത് എന്നുള്ളതായിരിക്കുന്ന ഒരു ഭാഗമാണ്. മറ്റൊരു ഭാഗം, ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. അതാണ് അതിൻ്റെ ഒരു മറുവശം. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിയാണ് ഈ കൽപ്പനയെ നമ്മൾ പരിശോധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. ഇവിടെ വൃഥാ എടുക്കരുത് എന്നുള്ള വാക്കിന് അർത്ഥശൂന്യമായി നമ്മൾ ഉപയോഗിക്കരുത്, അനാവശ്യമായി ഉപയോഗിക്കരുത്, ദുരുപയോഗം ചെയ്യരുത് എന്നൊക്കെയുള്ള ആശയങ്ങളാണ് ആ വാക്കിന് ഉള്ളത്. അശ്ലീലമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അനാവശ്യമായിരിക്കുന്ന നിലയിലോ ഒന്നും ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കരുത്. അതാണ് വൃഥാ എടുക്കരുത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കുവാനായിട്ട് പാടില്ല. അനാവശ്യമായി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അർത്ഥശൂന്യമായി ഉപയോഗിക്കാൻ പാടില്ല. ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതാണ് ഈ കൽപ്പന വിലക്കുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ പ്രധാനമായും പറയുന്നത്, ഊന്നൽ നൽകുന്നത് ദൈവത്തിന്റെ നാമത്തിനാണ്. ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത് എന്നാണ്. നാമം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് നാം അറിയേണ്ടതുമാണ്. നാമം
എന്നതുകൊണ്ട് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് പേര് എന്നാണ്. പേര് എന്നുള്ളതായിരിക്കുന്ന ആശയമാണ് ആ വാക്കിന് അതിന്റെ ആക്ഷരികമായിരിക്കുന്ന അർത്ഥത്തിനുള്ളതെന്ന് നമുക്കറിയാം. പേര്. അങ്ങനെയാണ് യഹോവയുടെ നാമം വൃഥാ എടുക്കരുതെന്ന് പറഞ്ഞാൽ യഹോവയുടെ പേര് വൃഥാ ഉപയോഗിക്കരുതെന്നാണ്. അതാണ് അതിൻ്റെ ഒരു പ്രാഥമികമായിരിക്കുന്ന അർത്ഥം. ആ അർത്ഥത്തിലാണ് യഹൂദന്മാര് പലപ്പോഴും ഈ പേര് വൃഥാ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിച്ചത്. എന്താണ് ദൈവത്തിന്റെ പേര്? ദൈവത്തിന്റെ പേരെന്താണ്? ദൈവത്തിന്റെ പേരെന്താണെന്നുള്ളത് ദൈവം തന്നെ തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യവും അതിന്റെ 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും നമ്മൾ വായിച്ചാൽ ദൈവത്തിന്റെ പേരെന്താണ് എന്ന് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് 3:15 നമ്മൾ വായിക്കുന്നത്, ദൈവം മോശയോട് ഇപ്രകാരം പറഞ്ഞു, നീ ഇസ്രായേൽ മക്കളോട് പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവുമാകുന്നു. ഏതാണ് എന്നേക്കും എൻ്റെ നാമം എന്ന് പറഞ്ഞത്? യഹോവ എന്നുള്ളതായിരിക്കുന്ന നാമമാണ്. അത് എന്നേക്കുമുള്ള എൻ്റെ നാമമാണ്, തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകമാണ്. പുറപ്പാട് 6:3 നമ്മൾ വായിക്കുന്നത്, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി, എന്നാൽ യഹോവ എന്ന നാമത്തിൽ അവർക്ക് വെളിപ്പെട്ടില്ല. അപ്പൊ യഹോവ എന്നുള്ളതായിരിക്കുന്ന പേരിലാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയത്. അപ്പൊ ഇത് മനുഷ്യന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായിരിക്കുന്ന പേരാണ്. ദൈവത്തിന് മനുഷ്യൻ കണ്ടെത്തിയതായിരിക്കുന്ന ഒരു പേരല്ല, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തിന് ഇട്ടതായിരിക്കുന്ന ഒരു പേരല്ല. ദൈവം തന്നെ തൻ്റെ പേര് മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം, മനുഷ്യനാണ് എല്ലാറ്റിനും പേരിട്ടത് എങ്കിലും ദൈവത്തിന് മനുഷ്യന് ഒരു പേരിടുവാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ആദാം എല്ലാ ജീവജാലങ്ങൾക്കും പേരിട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് ആദാം ഒരു പേരിട്ടതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. ദൈവത്തിന് മനുഷ്യൻ പേരിടുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ പേര് ദൈവം തന്നെയാണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. യഹോവ എന്ന ശാശ്വതമായിരിക്കുന്ന നാമത്തിൽ വെളിപ്പെട്ടവനായിരിക്കുന്ന ദൈവം. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതാണ്. പുരാതന എബ്രായ ബൈബിളില് യഹോവ എന്ന സ്ഥാനത്ത് 4 അക്ഷരങ്ങൾ കൊണ്ടാണ് അത് എഴുതിയിരുന്നത്. ആ ആരംഭകാലത്തുണ്ടായിരുന്ന എബ്രായ ബൈബിളിൽ 4 അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എബ്രായ അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങള് യോദ്, ഹേ, വാവ്, ഹേ ഇങ്ങനെയുള്ളതായിരിക്കുന്ന 4 അക്ഷരങ്ങളാണ്. ഇംഗ്ലീഷിൽ അതിൻ്റെ ആദ്യ അക്ഷരങ്ങളായിരിക്കുന്ന YHWH എന്ന വലിയ അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത്. യോദ് എന്നുള്ളതിൻ്റെ Y, ഹേ എന്നുള്ളതിൻ്റെ H, വാവ് എന്നുള്ളതിൻ്റെ W, ഹേ, H. അപ്പൊ ഈ അക്ഷരങ്ങളാണ് ഈ യഹോവ എന്ന് പറയുന്നിടത്ത് എഴുതുവാനായിട്ട് ഉപയോഗിച്ചതായിരിക്കുന്ന അക്ഷരങ്ങൾ. ഇതിന് സാങ്കേതികമായി ടെട്രാഗ്രാമറ്റോൺ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്കാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ടെട്രാഗ്രാമറ്റോൺ എന്ന് പറഞ്ഞാൽ അത് വലിയ സാങ്കേതിക പദമൊന്നുമല്ല, 4 അക്ഷരങ്ങൾ എന്നർത്ഥമുള്ള ഒരു വാക്കാണ്. 4 അക്ഷരങ്ങൾ. ടെട്ര എന്ന് പറഞ്ഞാൽ 4 എന്നാണ്, ഗ്രാമ എന്ന് പറഞ്ഞാൽ അക്ഷരം. അപ്പൊ 4 അക്ഷരങ്ങൾ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ പുരാതന എബ്രായ ബൈബിളിൽ സ്വരാക്ഷരങ്ങൾ ഇല്ലാതെയാണ് ബൈബിൾ എഴുതിയത്. സ്വരാക്ഷരങ്ങൾ ഇല്ലായിരുന്നു, അങ്ങനെയാണ് അത് എഴുതിയത്. പക്ഷെ യഹൂദന്മാരത് സ്വരാക്ഷരങ്ങൾ ഉള്ളതുപോലെ യഹൂദന്മാർ വായിക്കും. അവരത് ആരംഭകാലം തുടങ്ങി അങ്ങനെയാണ് വായിക്കുന്നത്. അവർക്ക് വായിക്കാൻ പ്രയാസമില്ല. എന്നാൽ പുരാതന ബൈബിള് സ്വരാക്ഷരങ്ങൾ ഇല്ലാതെ എഴുതിയത് കൊണ്ടും പിൽക്കാലത്ത് യഹൂദന്മാരുടെ ഭയഭക്തി കൊണ്ടും ഈ നാമം ഉച്ചരിക്കുന്നത് അവർ നിർത്തിക്കളഞ്ഞു.
അതായത് യഹോവ എന്ന് എഴുതിയിരിക്കുന്ന ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഉച്ചരിക്കുന്ന ഉച്ചാരണം അവര് നിർത്തിക്കളഞ്ഞു. അതുകൊണ്ട് അതിന്റെ ഉച്ചാരണം കൃത്യമായിട്ട് പറയുവാൻ നമുക്ക് പ്രയാസമാണ്. യഥാർത്ഥത്തിൽ ഈ YHWH എന്ന് എഴുതിയിരിക്കുന്ന ആ അക്ഷരങ്ങളുടെ ശരിയായിരിക്കുന്ന ഉച്ചാരണം എന്താണ് എന്നുള്ളത് കൃത്യമായി പറയുക പ്രയാസമാണ്. ഏകദേശം ഒരു BC 500 തുടങ്ങിയാണ് യഹൂദന്മാര് ആ പേര് ഉച്ചരിക്കുന്നത് നിർത്തിക്കളഞ്ഞത്. BC ഒരു 300 തുടങ്ങി അതിന് രേഖാമൂലമുള്ളതായിരിക്കുന്ന തെളിവുകളുണ്ട്. സെപ്റ്റുവജന്റ് ഒക്കെ വിവർത്തനം ചെയ്തതായിരിക്കുന്ന കാലത്തും ആ കാലത്ത് തുടങ്ങിയുള്ള രേഖകൾ അതിന് തെളിവാണ്. അവരത് പരിപൂർണമായിട്ടും ഉച്ചരിക്കുന്നത് നിർത്തിക്കളഞ്ഞു. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. എങ്കിലും ഈ വാക്ക് അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ ചേർത്ത് പണ്ഡിതന്മാർ അതിന് 2 രീതിയിലാണ് അത് കാണുന്നത്. പ്രധാനമായിട്ടും ഒന്ന്, ആ അക്ഷരങ്ങൾ ചേർത്ത് അവര് ഉപയോഗിക്കുന്ന പേര് യാഹ്വേ എന്നുള്ളതായിരിക്കുന്ന പേരാണ്. ഇതാണ് കൃത്യമായിരിക്കുന്ന ഉച്ചാരണം എന്നാണ് വേദശാസ്ത്രികൾ അതിനെക്കുറിച്ച് പറയുന്നത്. യാഹ്വേ എന്ന വാക്കാണ് ശരിയായിരിക്കുന്ന ഉച്ചാരണം. എബ്രായ വ്യാകരണ നിയമങ്ങൾ അനുസരിച്ച് അങ്ങനെ ഉച്ചരിക്കുന്നതാണ് ശരി എന്നാണ് പൊതുവെ ഉള്ള വേദപണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുള്ളത്. ആ വിഷയം സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചർച്ചയിൽ കൂടുതൽ ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത് യഹോവ എന്നുള്ളതായിരിക്കുന്ന പേരാണ്. യഹോവ ഇത് യഥാർത്ഥത്തിൽ ഉള്ള ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണമല്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരിന്റെ ഒരു ശരിയായിരിക്കുന്ന ഉച്ചാരണമല്ല. 4 അക്ഷരങ്ങൾക്ക് ഒപ്പം അഡോണായി എന്ന വാക്കിന്റെ സ്വരാക്ഷരങ്ങൾ ചേർത്ത് വായിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രയോഗമാണ് യഹോവ എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം, പേര്. AD 6-ാം നൂറ്റാണ്ട് തുടങ്ങി 10-ാം നൂറ്റാണ്ട് വരെയുള്ള ആ നൂറ്റാണ്ടുകളിൽ യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന യഹൂദ മത പണ്ഡിതന്മാരാണ് മസോററ്റുകൾ. അപ്പൊ ഇവരാണ് എബ്രായ ബൈബിളിൽ സ്വരാക്ഷരങ്ങൾ ചേർത്ത് പിന്നീട് എബ്രായ ബൈബിൾ അവരുണ്ടാക്കിയത്. അപ്പൊ സ്വരാക്ഷരങ്ങൾ ചേർത്ത് പിൽക്കാലത്താണ് ബൈബിള് എഴുതിയത്. അതുവരെ അവര് വ്യഞ്ജനാക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ബൈബിൾ എഴുതിയതെങ്കിലും സ്വരാക്ഷരങ്ങൾ ചേർത്ത് അവർക്ക് വായിച്ചു വരുവാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ യഹോവ എന്ന് എഴുതിയിരിക്കുന്ന ആ അക്ഷരങ്ങൾ അവർ വായന നിർത്തിയതുകൊണ്ട് എന്താണ് അവിടെ വായിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പൊ ഈ വായനക്കാരെ പിൽക്കാലത്ത് ഓർപ്പിക്കാനായി, അതായത് YHWH കാണുമ്പോൾ വായനക്കാരെ അഡോണായി എന്ന് വായിക്കാൻ വേണ്ടി അഡോണായി എന്ന പദത്തിലെ സ്വരചിഹ്നങ്ങൾ ഈ YHWH എന്ന വ്യഞ്ജനാക്ഷരങ്ങൾക്ക് താഴെ ഈ മസോററ്റുകള് ചേർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ അത് കാണുമ്പോൾ അഡോണായി എന്ന് വായിക്കണം, അതിനു വേണ്ടിയിട്ടാണ് അവർ അതങ്ങനെ ചെയ്തത്. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അഡോണായി എന്ന വാക്കിന്റെ തുടക്കത്തിലെ അല്ലെങ്കിൽ എ എന്നുള്ളതായിരിക്കുന്ന സ്വരചിഹ്നം അത് എ എന്നായി മാറി. ഇപ്പൊ ഹീബ്രു വ്യാകരണ നിയമത്തിലെ ഒരു നിയമം അനുസരിച്ചാണ് ആ മാറ്റം സംഭവിക്കുന്നത്. അങ്ങനെ YHWH എന്ന അക്ഷരങ്ങൾക്ക് താഴെ O A എന്നീ സ്വരങ്ങള് വന്നു ചേർന്നതോടെ യഹോവ എന്ന് ഉച്ചരിക്കാനായിട്ട് തുടങ്ങി. YOHOWAH എന്നിങ്ങനെ അത് ഉച്ചരിക്കാനായിട്ട് തുടങ്ങി. യഥാർത്ഥത്തിൽ EOA എന്നുള്ളതായിരിക്കണം. YEHOWAH, അതായത് EOA എന്നുള്ളതായിരിക്കുന്ന ആ അക്ഷരങ്ങൾ അഡോണായി എന്ന് വായിക്കാൻ വേണ്ടിയാണ് ഈ പണ്ഡിതന്മാര് അവിടെ ചേർത്തത്. പക്ഷേ അത് പിൽക്കാലത്ത് അല്ലെങ്കിൽ മധ്യകാലത്തുള്ളതായിരിക്കുന്ന ക്രിസ്ത്യൻ പണ്ഡിതന്മാർക്ക് വന്നതായിരിക്കുന്ന ഒരു പെശകാണ്. അവര് ഈ YHWH എന്ന വ്യഞ്ജനങ്ങളും അതിന് താഴെയുള്ള അഡോണായി എന്ന സ്വരചിഹ്നങ്ങളെയും കൂടെ കൂട്ടി വായിച്ച് യഹോവ എന്ന് അവര് പരിഭാഷ ചെയ്തു. അങ്ങനെയാണ് യഹോവ എന്നുള്ളതായിരിക്കുന്ന വാക്ക് കൂട്ടിച്ചേർത്തത്. അതായത് HOWAH എന്നുള്ളതായിരിക്കുന്ന ആ വാക്ക്
അവര് കൂട്ടി വായിച്ചു. അപ്പോ അത് യഹോവ എന്നായി. യഥാർത്ഥത്തിൽ ഹീബ്രുവിൽ ഉണ്ടായിരുന്ന വാക്കുകളല്ല അത്. മറിച്ച് രണ്ട് വ്യത്യസ്ത പദങ്ങൾ കൂടിച്ചേർന്നുണ്ടായ ഒരു മിശ്ര രൂപമാണ് യഥാർത്ഥത്തിൽ യഹോവ എന്ന് പറയുന്നതായിരിക്കുന്ന പദം. ചുരുക്കത്തിൽ മസോററ്റുകള് അഡോണായി എന്ന് വായിക്കാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഇട്ടതായിരിക്കുന്ന സ്വരചിഹ്നങ്ങളെ വായനക്കാര് ആ പദത്തിന്റെ ഭാഗമായി തെറ്റിദ്ധരിച്ചതാണ് യഹോവ എന്നുള്ളതായിരിക്കുന്ന പദം. അപ്പൊ നേരിട്ട് പറഞ്ഞാൽ യഹോവ എന്നുള്ളതായിരിക്കുന്ന ആ പദത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് യഹോവ ഒരു ശരിയായിരിക്കുന്ന ഉച്ചാരണമല്ല. എബ്രായ ക്രിയകളുടെ അടിസ്ഥാനത്തിൽ വ്യാകരണ നിയമം അനുസരിച്ച് യാഹ്വേ എന്ന് പറയുന്നതായിരിക്കും ഈ YHWH എന്ന് പറയുന്ന ആ വ്യഞ്ജനാക്ഷരങ്ങളെ ചേർത്ത് അതിനോട് എബ്രായ സ്വരാക്ഷരങ്ങൾ ചേർക്കുമ്പോൾ അങ്ങനെ വായിക്കുന്നതായിരിക്കും ശരി എന്നാണ് പൊതുവെ വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. എങ്കിലും നമുക്കറിയാം, നൂറ്റാണ്ടുകളായിട്ട് യഹോവ എന്നുള്ളതായിരിക്കുന്ന പദം അനേക ഭക്തന്മാരെ ഉപയോഗിച്ചു പോരുന്നതായിരിക്കുന്ന ഒരു പദമാണ്. ആ പദം ഉപയോഗിക്കുന്നതുകൊണ്ട് ആള് മാറുന്നില്ല, വ്യക്തി മാറുന്നില്ല, അതേ വ്യക്തി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് യാഹ്വേ എന്നോ യഹോവ എന്നോ ഉപയോഗിക്കുന്നതില് തെറ്റില്ല എന്നാണ് പൊതുവെ അതിനെക്കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത്. ഒരു ഉച്ചാരണത്തിൽ വന്നതായിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ YHWH എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥാനത്ത് ആരെക്കുറിച്ചാണോ പറയുന്നത് ആ ആള് മാറുന്നില്ല, ആ വ്യക്തി തന്നെയാണ്. യഹോവ എന്ന് പറയുമ്പോഴും ആ വ്യക്തിയെ മനസ്സിൽ സ്നേഹിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമാണ് ആ പേര് ഉച്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് യഹോവ എന്ന് തന്നെ പാരമ്പര്യമായിട്ട് അങ്ങനെ പറഞ്ഞു വരികയാണ്. അതിൽ വലിയ തെറ്റില്ല എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത്. പിന്നെ ഭാഷാപരമായിട്ട് കൃത്യമായി പറയണമെങ്കിൽ യാഹ്വേ എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നീട് അഡോണായി എന്ന് പറയുന്ന വാക്കാണ്. അതിന്റെ അർത്ഥം കർത്താവ് എന്നാണ്. അത് യഹോവയുടെ നാമം അബദ്ധത്തിൽ പോലും ഉച്ചരിക്കാതിരിക്കാൻ യഹൂദന്മാര് ആ നാമം പൂർണ്ണമായിട്ട് ഒഴിവാക്കി. എന്ന് പറഞ്ഞാൽ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയതായിരിക്കുന്ന പേര്, ആ പേര് ഉച്ചരിക്കുന്നത് ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നതിന് തുല്യമാണ് എന്ന് യഹൂദന്മാര് തെറ്റിദ്ധരിച്ചതിന്റെ ഫലമായി അവര് ആ പേര് ഉച്ചരിക്കുന്നത് തന്നെ ഒഴിവാക്കി. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അബദ്ധത്തിലാണെങ്കിലും യഹോവയുടെ വിശുദ്ധ നാമത്തെ ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടാണ് അവര് ആ പദം ഒഴിവാക്കിയത്. അതിന് പകരമായി ആ സ്ഥാനത്ത് വരുമ്പോൾ അവർ വായിക്കും അഡോണായി എന്ന് അവര് വായിക്കും. അപ്പൊ പകരം അഡോണായി അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ ഹാഷ എന്ന് പറഞ്ഞാൽ ആ നാമം എന്ന് യഹൂദന്മാർ പറയാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ അഡോണായി എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഈ സ്ഥാനങ്ങളിൽ വരാനായിട്ട് ഇടയായത്. പിൽക്കാലത്ത് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവിടെയൊക്കെ ലോർഡ് അല്ലെങ്കിൽ കർത്താവ് എന്നുള്ളതായിരിക്കുന്ന ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുകയും ചെയ്തു. ബൈബിളൊക്കെ കർത്താവ് എന്നുള്ളതായിരിക്കുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് അതിര് കവിഞ്ഞ ഒരു ബഹുമാനം കൊണ്ടാണെങ്കിലും ദൈവം തന്റെ ജനത്തിന് വെളിപ്പെടുത്തിയ പേര് ഉച്ചരിക്കുന്നതിനെ പാടെ യഹൂദന്മാർ അവഗണിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അത് അവരുടെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്. ആ പേര് ഉച്ചരിക്കുന്നതിനെ ഒന്നും ദൈവം വിലക്കിയതായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അപ്പൊ അഡോണായി എന്നത് ദൈവത്തിന്റെ വ്യക്തിപരമായിരിക്കുന്ന ഒരു പേരല്ല, പിന്നെ അതൊരു സ്ഥാനപ്പേരാണ്. അല്ലെങ്കിൽ എന്താണ് വ്യക്തിപരമായ പേരെന്ന് പറയുന്നത് യാഹ്വേ അല്ലെങ്കിൽ യഹോവ. അപ്പൊ അഡോണായി എന്നുള്ളത് ഒരു സ്ഥാനപ്പേരാണ്, ദൈവത്തിന്റെ ഒരു സ്ഥാനപ്പേരാണ്. അങ്ങനെ പറയുന്നതും തെറ്റായിരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ ആ നിലയിൽ ആ സ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ട് കർത്താവ് എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. അപ്പൊ ഈ മൂന്ന് പ്രയോഗങ്ങളും ഉപയോഗിക്കുന്നത് തെറ്റല്ല. എങ്കിലും ഭാഷാപരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ യാഹ്വേ എന്നുള്ള വാക്കായിരിക്കും കൂടുതൽ ഈ YHWH എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളോട് നീതി പുലർത്തുന്നത്. അതായിരിക്കും
കൂടുതൽ ശരിയായിരിക്കുന്ന ഒരു ഉച്ചാരണം, ഒരു പ്രയോഗം. അപ്പൊ നാമം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ദൈവത്തിന്റെ നാമം എന്താണ് എന്ന് ചോദിച്ചാൽ യാഹ്വേ അല്ലെങ്കിൽ യഹോവ എന്നുള്ളതായിരിക്കുന്ന പേരാണ് ദൈവത്തിന്റെ പേര്. ദൈവത്തിന് പ്രത്യേകിച്ച് പേര് വേണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. അതൊക്കെ ഒരു ചോദ്യമാണ്. ദൈവത്തിന് എന്തിനാണ് പേര്? പേര് സാധാരണ നിലയിൽ നമ്മൾ ആളുകളുടെ വ്യതിരിക്തത മനസ്സിലാക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. ദൈവത്തിന് അങ്ങനെ ഒരു പേരുകൊണ്ട് വ്യതിരിക്തത ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ദൈവം തന്നെ ആ നിലയിൽ വെളിപ്പെടുത്തിയ ഒരു പേരാണ് യഹോവ എന്നുള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ യാഹ്വേ എന്നുള്ളതായിരിക്കുന്ന പേര്. നാമം എന്നതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം എന്താണ്? ബൈബിളിൽ നാമം എന്ന് ഉപയോഗിക്കുമ്പോൾ കേവലം അതൊരു പേര് മാത്രമല്ല, അത് ദൈവത്തിന്റെ അസ്തിത്വത്തെയും ദൈവത്തിന്റെ അധികാരത്തെയും ദൈവത്തിന്റെ സ്വഭാവത്തെയും ദൈവത്തിന്റെ വ്യതിരിക്തതയെയും എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ് ദൈവത്തിന്റെ നാമം എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം. ഒരർത്ഥത്തിൽ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ് ദൈവത്തിന്റെ നാമം എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം. നാമം വൃഥാ എടുക്കരുത് എന്ന് പറഞ്ഞാൽ ആ പേര് ഉച്ചരിക്കരുത് എന്നല്ല, ആ പേര് അതുപോലെ പറയരുത് എന്നുള്ളതല്ല. ദൈവമഹത്വത്തിന് യോജിക്കാത്ത ഒരു കാര്യവും ചെയ്യരുത് എന്നുള്ളതായിരിക്കുന്ന അർത്ഥമാണ്. ദൈവത്തിന്റെ മഹത്വത്തിന്, ദൈവത്തിന്റെ വിശുദ്ധിക്ക്, ദൈവത്തിന്റെ അധികാരത്തിന് ഹാനികരമായി തീരുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനവും ഒരു കാര്യവും ചെയ്യരുത് എന്നുള്ള നിലയിലുള്ള ഒരു വിലക്കാണ് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ദൈവത്തിന്റെ പേര് ആവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കരുത് എന്നൊരു അർത്ഥം യഥാർത്ഥത്തിൽ അതിനില്ല. അങ്ങനെ ഉപയോഗിക്കുന്നത് തെറ്റായിരിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ ആ നാമം ഉപയോഗിക്കുമ്പോൾ സ്നേഹത്തോടും, ദൈവത്തോടുള്ള സ്നേഹത്തോടും ആദരവോടും ദൈവത്തോടുള്ള ആരാധനയോടും ദൈവത്തോടുള്ള ഭയഭക്തിയോടും കൂടെയാണ് ആ പേര് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോ ദൈവത്തെ സംബന്ധിച്ച് ഏത് വിഷയങ്ങളാണെങ്കിലും ആ ഒരു ഭയഭക്തിയോടുകൂടെ, ആദരവോടുകൂടെ, ബഹുമാനത്തോടു കൂടെയാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. പ്രവർത്തനനിരതമാക്കേണ്ടത് എന്ന ആശയമാണ് പൊതുവെ അതിനുള്ളത്. കാരണം ആ പേരിൽ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആ വ്യക്തിയുടെ മഹത്വത്തിന് യോഗ്യമല്ലാത്ത നിലയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഇടപെടുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ള ആശയമാണ് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ആ നിലയിൽ ഈ കൽപ്പനയുടെ ലംഘനം പ്രായോഗികമായിട്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത്, പ്രായോഗികമായി കൽപ്പന ലംഘിക്കപ്പെടുന്നത് എപ്പോഴാണ് എന്നുള്ള കാര്യം നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരത്തിനിടയിൽ യാതൊരു ഗൗരവവും ആദരവുമില്ലാതെ ദൈവത്തെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചും തമാശ രൂപേണ സംസാരിക്കുന്നതും അർത്ഥശൂന്യമായി പറയുന്നതും ചില ആളുകളുടെ സ്വഭാവത്തിൽ തന്നെ ശീലമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളെ കേൾക്കുന്നവരായിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ദൈവത്തോടുള്ള അവരുടെ ആദരവും ബഹുമാനവും ഭക്തിയും ഒക്കെ കുറയുന്നു എന്നുള്ളത് അതിന്റെ ഒരു പരിണിത ഫലമായിട്ട് വരികയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് തന്നെ ദൈവത്തോടുള്ള ആ ഭയഭക്തി, ആദരവ്, ബഹുമാനം കുറയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരിക്കൽ ബൈബിൾ ക്ലാസ് എടുക്കുന്ന ഒരു സഹോദരൻ ചോദിച്ചു, മാമോൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടതായിരിക്കുന്ന വേറൊരു സഹോദരൻ അതിന് ഉത്തരം നൽകി. ആ ഉത്തരം ഇതാണ്, അത് ധനമാണ് അല്ലെങ്കിൽ പണമാണ്. ഉടനെ തന്നെ അടുത്ത ചോദ്യം, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ കേട്ടതായിരിക്കുന്ന വേറൊരു വ്യക്തി പറഞ്ഞു, അത് കൺവെൻഷനിലും മറ്റും മൈക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പൊ അദ്ദേഹത്തിന് അത് അങ്ങനെയാണ് മനസ്സിലായത്. ശരിയല്ലേ? അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട വാക്കുകളാണോ ഈ പ്രൈസ് ദി ലോർഡ് എന്നുള്ളതായിരിക്കുന്ന വാക്കുകൾ? പലപ്പോഴും ചില ആളുകളൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്.
ശരിയായിരിക്കുന്ന ഉൾപ്രേരണയില്ലാതെ, ശരിയായി ദൈവത്തിന് നന്ദി പറയുന്ന ഒരു മനോഭാവമില്ലാതെ പ്രസംഗിക്കുമ്പോഴും ഹസ്തദാനം ചെയ്യുമ്പോഴും ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ ക്രൈസ്തലോടും സ്തോത്രവും ഒക്കെ ഉപയോഗിക്കുന്നത് ഒരർത്ഥത്തിൽ ഈ കൽപ്പനയുടെ ഒരു ലംഘനമല്ലേ? സഹവിശ്വാസികളെ കാണുവാനും സംസാരിക്കാനും കഴിഞ്ഞതിലുള്ള നന്ദിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത് തെറ്റല്ല, അത് ആവശ്യമാണ്. പക്ഷേ വെറുതെ നമ്മുടെ അധരങ്ങളിൽ ചുമ്മാ ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? ദൈവത്തിന്റെ നാമത്തോടുള്ള നമ്മുടെ ആദരവും നമ്മുടെ ബഹുമാനവും ഒക്കെ നമ്മുടെ വാക്കുകളിലും എപ്പോഴും പ്രകടമാകേണ്ടതാണ്. ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ പീപ്പിൾ, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ചില ആളുകള് ജീസസ് ബ്രാൻഡി എന്നും ക്രിസ്ത്യൻ ബ്രാൻഡി എന്നും അങ്ങനെയുള്ള തുടങ്ങിയ പേരുകളൊക്കെ ദൈവനാമത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പേരുകൾ ചില വസ്തുക്കൾക്കൊക്കെ ഉപയോഗിക്കുന്നത് എത്ര ലജ്ജാകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള പേരുകളൊന്നും യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള പേരുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ദൈവനാമത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ദൈവം മോശ മുഖാന്തരം പറഞ്ഞത് എന്താണ്? നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെടണമെന്നാണ്. ഇസ്രായേലിനോട് പറയുമ്പോൾ അതാണ്. അതുകൊണ്ടാണ് ഒരു യഹൂദൻ യഹോവയുടെ നാമം, ദൈവത്തിന്റെ നാമം അധരങ്ങളിൽ എടുക്കുമ്പോൾ, യോസേഫ് നേരത്തെ പറഞ്ഞതാണ്, എന്തെല്ലാം നിയമങ്ങൾ നോക്കിയാണ് അവർ ആ നാമം ഉച്ചരിക്കുന്നത്. കാരണം വളരെ ഭയഭക്തിയോടുകൂടെയാണ് ചെയ്തത്. ദൈവത്തിന്റെ നാമത്തിങ്കൽ എന്താണ്? നിന്റെ ദൈവമായ യഹോവയുടെ മഹത്വവും ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെടണമെന്നാണ് ഇസ്രായേലിനോട് ദൈവം മോശ മുഖാന്തരം പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ നാമത്തോട് അനാദരവ് കാണിക്കുന്ന എല്ലാ വാക്കുകളും സംസാരങ്ങളും നമ്മൾ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ മറ്റുള്ളവരും ദൈവത്തെ അതുമൂലം അപമാനിക്കാനും അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബഹുമാനവും ആദരവും അവർക്ക് നഷ്ടപ്പെടാനും ഒക്കെ കാരണമായിട്ട് തീരും. അപ്പൊ നമ്മുടെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ, ബൈബിളിലെ വാക്കുകളാണെങ്കിലും ദൈവത്തെ സംബന്ധിച്ചാണെങ്കിലും വിശ്വാസം സംബന്ധിച്ച വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഭയഭക്തി, ബഹുമാനം, ആദരവ് നമ്മൾ കളയാതെ ദൈവത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നതെന്നുള്ളതായിരിക്കുന്ന ആ ഒരു ആദരവ് നമ്മുടെ സംസാരങ്ങളിലൊക്കെ എപ്പോഴും വെളിപ്പെടുന്നത് നല്ലതാണ്. മാത്രമല്ല, ചില ആളുകള് ആത്മീക കാപഠ്യമുള്ളവരായിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി വിശ്വാസത്തെയും ദൈവത്തെയും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ മൂന്നാം കൽപ്പനയുടെ ലംഘനമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. ചിലർക്ക് വ്യാജമായ മാർഗത്തിലൂടെ സമ്പത്ത് നേടിയിട്ട് ദൈവാനുഗ്രഹത്താലാണ് എനിക്ക് ഇതൊക്കെ ലഭിച്ചതെന്ന് വീമ്പ് പറയാറുണ്ട്. തെറ്റായിരിക്കുന്ന മാർഗങ്ങളിലും വഞ്ചനയിലൂടെയൊക്കെ പണം നേടി വലിയ ധനവാന്മാരായി കഴിയുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ലഭിച്ചത് എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറയുന്നതാണ് എപ്പോഴും നല്ലത്. ഇസഹാക്ക് യാക്കോവിനോട് ചോദിച്ചു, ഏശാവാണെന്നുള്ള ധാരണയിൽ യാക്കോവിനോട് ചോദിച്ചു, മകനെ നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മൃഗത്തെ വേട്ടയാടി കൊണ്ടുവന്നതാണ്, നിനക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇത് കിട്ടിയത്? യാക്കോവിന്റെ മറുപടി എന്താ? നിന്റെ ദൈവമായ യഹോവ എന്റെ നേരെ വരുത്തി തന്നു. പറഞ്ഞത് ശരിയാണോ? ദൈവത്തെ എത്ര ലാഘവമായിട്ടാണ് തന്റെ വഞ്ചനയ്ക്ക് വേണ്ടി യാക്കോവ് ഉപയോഗിച്ചത്? ദൈവത്തിന്റെ നാമം എത്ര ലാഘവമായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഹിറ്റ്ലർ പറഞ്ഞതായിരിക്കുന്ന കാര്യമാണ് ഓർമ്മ വരുന്നത്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞതിന്റെ നിവൃത്തിയായി ദൈവം എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്നാണ് ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി കഴിഞ്ഞപ്പോ പറയുന്നത്. പറഞ്ഞ ദൈവം തന്നോട് പറഞ്ഞതുപോലെയാണ്. ഇത്ര ക്രൂരമായ നീചമായ പ്രവൃത്തി ചെയ്തിട്ട് അത് യഹൂദന്മാരുടെ ഒരു പ്രസ്താവനയുടെ നിവൃത്തിയായിട്ട് ദൈവം തന്നോട് പറഞ്ഞതാവുമല്ലോ. ഇതുപോലെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. ചിലർ തെറ്റായിരിക്കുന്ന വിവാഹങ്ങളും വിവാഹമോചനങ്ങളും ഒക്കെ നടത്തിയിട്ട് പിതാക്കന്മാർ സ്വയം ആശ്വാസം കൊണ്ട് പറയും, എന്തൊക്കെയായാലും ദൈവഹിതമല്ലേ നടക്കുകയുള്ളൂ, ദൈവഹിതമല്ലേ നടക്കുകയുള്ളൂ. തെറ്റായിരിക്കുന്ന വഴികളിലുമൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് അത് ദൈവഹിതമാക്കി തീർക്കുന്നതായിരിക്കുന്ന പരിപാടി അതൊന്നും ശരിയായിരിക്കുന്ന കാര്യമല്ല. അതെല്ലാം ഈ രണ്ടാം കൽപ്പനയുടെ ലംഘനമാണ്. ദൈവഭക്തി ആദായ സൂത്രമാക്കുന്നതും ഈ കൽപ്പനയുടെ ലംഘനമാണ്. യേശുവിന്റെ നാമവും അധികാരവും ഒക്കെ വ്യാജമായി ഉപയോഗിച്ച് അത്ഭുത രോഗശാന്തിയുടെ മറവിൽ കോടികൾ സമ്പാദിക്കുന്ന അനേകരെ വഞ്ചിക്കുന്നവരൊക്കെ ദൈവനാമം ദൂഷിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ടിരിക്കുന്നു.
അന്യഭാഷയുടെയും പ്രവചനത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് സമൂഹത്തിൽ നടത്തുന്ന നാടകങ്ങൾ ദൈവനാമത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് പലപ്പോഴും കാണുവാനും കേൾക്കുവാനും സാധിച്ചിട്ടുള്ളത്. കർത്താവിന്റെ നാമത്തെ അപമാനിക്കുന്നു, ക്രിസ്തീയ മാർഗത്തെ തന്നെ ദുഷിക്കുന്ന തരത്തിലുള്ള പ്രവണതകളും പ്രവർത്തനങ്ങളുമാണ് ക്രൈസ്തവരെന്ന് പറയുന്ന പല ആളുകളും സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അവർ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കുമെന്നാണ്. ദുർവിദേഷ്ടാക്കന്മാരെ കുറിച്ച് പറയുന്നതാണ്. ഭക്തിയുടെ മറവിൽ സമ്പത്ത് നേടുന്ന തരത്തിലുള്ള പരിപാടികൾ, ദൈവനാമത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. പുതിയ നിയമത്തിലെ യേശുവിന്റെ നാമത്തിന് മുമ്പ് എല്ലാ മുഴങ്കാലും മടങ്ങും എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ നാമം ദൈവത്തിന്റെ അധികാരവും ശക്തിയും മഹത്വവും ഒക്കെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന നാമമാണ്. എന്നാൽ ആ നാമം വ്യാജ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും കാപട്യവും വഞ്ചനയും മനസ്സിൽ വെച്ചുകൊണ്ട് പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ കൽപ്പനയുടെ ലംഘനമല്ലേ? കർത്താവിന്റെ നാമത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഈ മൂന്നാം കൽപ്പനയുടെ ലംഘനമല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടണം, ദൈവത്തിന്റെ നാമത്തെ മഹത്വം നൽകണം. സ്വർഗത്തിൽ നിന്ന് ചോദിച്ച വിശുദ്ധന്മാരുടെ മനോഭാവമാണോ യഥാർത്ഥത്തിൽ ഇന്ന് നമുക്കുള്ളത്? കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കുമെന്നുള്ള ചോദ്യം സ്വർഗത്തിൽ നിന്ന് വിശുദ്ധന്മാരുടെ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലും അതേ ചോദ്യം തന്നെ വരേണ്ടതാണ്. ദൈവനാമം ഉപയോഗിക്കുമ്പോൾ ദൈവനാമം വഹിക്കുന്നവരായിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ജീവിക്കേണ്ടതാണ് എന്ന കാര്യമാണ് ഈ കൽപ്പന നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിത സാക്ഷ്യം, വിശ്വാസികളുടെ ജീവിത സാക്ഷ്യം വഴി ദൈവനാമം മഹത്വപ്പെടണമെന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. റോമാലേഖനം 2:24 വായിക്കുന്നത്, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, തിരുവെഴുത്തുകൾക്കനുസരിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന യഹൂദന്മാർ അവർ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി ജീവിച്ചപ്പോ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവരെ പാപബോധം വരുത്താൻ വേണ്ടി ഉപയോഗിച്ച കാര്യമാണ്. അവിടെ പറയുന്നതാണ്, നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടുന്നു. കൊല്ലരുതെന്ന് പറയുന്ന നീ കൊല്ലുന്നു, വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞ നീ എന്ത് ചെയ്യുന്നു? വ്യഭിചാരം ചെയ്യുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് പറഞ്ഞ നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വിപരീതമായി ലോകത്തിൽ ജീവിച്ചതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോയാൽ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ നാമം നമ്മൾ വൃഥാ ഉപയോഗിക്കുകയാണ്. നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് മനുഷ്യന് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം എന്നാണ് മത്തായി സുവിശേഷത്തിൽ മലയിലെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞത്. സ്വർഗസ്ഥനായ പിതാവിനെ സമൂഹത്തിലുള്ള ആളുകൾ മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ടാണ്, കർത്താവിന്റെ നാമത്തിൽ നാം ചെയ്യുന്ന സൽപ്രവൃത്തികൾ കണ്ടിട്ടാണ്. ദുർനടപ്പും മദ്യപാനവും ദ്രവ്യാഗ്രഹവും കള്ളക്കടത്തും കരിഞ്ചന്തയും കലഹവും ഒക്കെ നടത്തി സമൂഹത്തിൽ ദൈവനാമം ദുഷിക്കുന്നവരാണ് ക്രിസ്ത്യാനി എന്ന് പേരുള്ളതായിരിക്കുന്ന പല ആളുകളും. ദാവീദിന്റെ പാപത്തെ കുറിച്ച് നാഥാൻ പറഞ്ഞ എന്താണ്? യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയാൻ ഹേതു ഉണ്ടാക്കിയെന്നാണ്. യഹോവയുടെ നാമത്തെ ദുഷിക്കുവാൻ കാരണമാക്കി തീർത്തു ദാവീദിന്റെ പാപം. വിശ്വാസികളുടെ ജീവിതത്തില് ദുർസാക്ഷ്യം വഹിക്കുന്ന തരത്തിലുള്ള ജീവിതം നയിച്ചാൽ ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്താണ്? അതിന്റെ തുടക്കം എങ്ങനെയാണ്? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞാണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ നാമത്തിന് എന്തെങ്കിലും അശുദ്ധി ഉണ്ടെന്നല്ല, മറിച്ച് കർത്താവിന്റെ നമ്മുടെ ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും കർത്താവിന്റെ നാമം, ദൈവത്തിന്റെ നാമം ലോകത്തിന് മുമ്പിൽ പരിശുദ്ധമായി വെളിപ്പെടണം. ആ ഒരു ആഗ്രഹത്തോടു കൂടെയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രാർത്ഥനയിൽ അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ നാമം ജാതികളുടെ നടുവിൽ മഹത്വപ്പെടണം. ഒരു വിശ്വാസി തെറ്റായ ജീവിതം നയിക്കുമ്പോൾ അവൻ വിളിക്കപ്പെടുന്നതായിരിക്കുന്ന നാമം മറ്റുള്ളവരുടെ മുമ്പിൽ ദുഷിക്കപ്പെടുകയാണ്. ദൈവനാമം
വിളിക്കപ്പെട്ടിരിക്കുന്ന ജനത എന്നാണ് ദൈവമക്കളെ കുറിച്ച് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. ക്രിസ്ത്യാനികൾ എന്ന് പേരുള്ളവർ പരസ്പരം പോരടിക്കുമ്പോഴും ആരാധനാലയങ്ങൾ അടഞ്ഞു കിടക്കുമ്പോഴും സഭാതർക്കങ്ങളുടെ പേരിൽ കോടതികൾ കയറിയിറങ്ങുമ്പോഴും ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുകയാണ്. അതൊക്കെ ദൈവിക ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന പാപങ്ങളല്ലേ യഥാർത്ഥത്തിൽ? കർത്താവിന്റെ നാമം ഏതെല്ലാം നിലയിലാണ് സമൂഹത്തിൽ ദുഷിക്കപ്പെടുന്നത്? അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ജീവിത സാക്ഷ്യം വഴി കർത്താവിന്റെ നാമം വൃഥാ എടുക്കുന്ന രീതി ഇന്നും സമൂഹത്തില് ദൈവജനത്തിന്റെ മധ്യത്തില് ഉണ്ട്. അത് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും സകലവും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. ഏറ്റവും ചെറുതെന്ന് നമ്മൾ നിരൂപിക്കുന്ന കാര്യങ്ങൾ പോലും കർത്താവിന്റെ മഹത്വത്തിനായിട്ട് തീരണം. കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ അത് കാരണമായി തീരരുത്. ദൈവത്തെയും ദൈവിക പരിപാടികളെയും നിന്ദിക്കുകയും ദുഷിക്കുകയും പരിഹസിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നവർ ദൈവനാമം വൃഥാ എടുക്കുന്നവരാണ്. തെറ്റായിരിക്കുന്ന തത്വശാസ്ത്രങ്ങൾ പ്രചരിപ്പിച്ച് ദൈവവചനത്തെയും രക്ഷാമാർഗത്തെയും ഒക്കെ പരിഹസിക്കുന്ന നിരവധി ആളുകൾ സമൂഹത്തില് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രവണതകൾ സമൂഹത്തില് വർദ്ധിച്ചു വരികയാണ്. എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ സംസാരിക്കുന്നവരായിരിക്കുന്ന ആളുകൾ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി അവൻ വായ് തുറന്നു എന്നാണ്. എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാനായിട്ട് ദൈവദൂഷണത്തിന് വായ് തുറന്നു. എതിർ ക്രിസ്തുവിന്റെ പ്രവണതയും എതിർ ക്രിസ്തുവിന്റെ ആത്മാവുമാണ് സുവിശേഷത്തെയും ദൈവനാമത്തെയും അപമാനിക്കുന്ന തരത്തിൽ സമൂഹത്തിന്റെ നടുവിൽ അത് പരിഹസിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്യുന്നതിന്റെ ഗുണവും ദോഷവുമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവനാമത്തെ ദുഷിക്കുന്നത് വഴി ഉണ്ടാകുന്നതായിരിക്കുന്ന ദോഷങ്ങൾ, എന്നാൽ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുന്ന വഴി ഉണ്ടാകുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, അതാണ് ദൈവത്തിന്റെ വചനത്തില് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത്. ഈ കൽപ്പനയുടെ 2-ാം ഭാഗത്തേക്ക് നമുക്ക് വരാം. തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. 1-ാം ഭാഗം, ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത്, ദൈവത്തിന് മഹത്വം നൽകണം. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, വാക്കുകളിലൂടെ, ചിന്തകളിലൂടെ, നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തണം. കർത്താവിന്റെ നാമത്തിന് മഹത്വം വരണം. അതിന്റെ 2-ാം ഭാഗം പറയുന്നത്, തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പൊ ഈ കൽപ്പന ലംഘിച്ചതിന് ശിക്ഷിക്കപ്പെട്ട ധാരാളം ആളുകളുടെ ചരിത്രം ബൈബിളിലുണ്ട്. ഉദാഹരണമായിട്ട്, ഒരു ഈജിപ്തുകാരന്റെ മകൻ ഇസ്രായേൽക്കാരനുമായിട്ട് വഴക്കിടുകയും ദൈവനാമം ഈജിപ്തുകാരൻ ദുഷിക്കുകയും ശപിക്കുകയും ചെയ്തതായിട്ട് ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. യഥാർത്ഥത്തില് ഈ ഈജിപ്തുകാരൻ ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുകയും ശപിക്കുകയും ചെയ്തത് കേട്ടവരായിരിക്കുന്ന ആളുകൾ അവനെ പിടിച്ച് മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. മോശ കർത്താവിന്റെ അരുളപ്പാട് ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ വന്നു. ദൈവം അവനോട് അവനെ സംബന്ധിച്ച് പറഞ്ഞതായിരിക്കുന്ന കാര്യം ആ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനെ പാളയത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി കേട്ടവർ അവന്റെ തലയിൽ കൈവച്ച് സർവ്വസഭയും അവനെ പാളയത്തിന് പുറത്ത് വെച്ച് കല്ലെറിഞ്ഞു കൊന്നു. ഇതിനുശേഷം ദൈവനാമം ദുഷിക്കുന്ന ഏതൊരു വ്യക്തിയും മരണശിക്ഷയ്ക്ക് അർഹനാണ്. പരദേശിയാണെങ്കിലും സ്വദേശിയാണെങ്കിലും ആ നിയമത്തിന് അർഹനാണ്, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന നിയമം നിലവിൽ വരികയും ചെയ്തു. ദൈവത്തിനെതിരെ അപകീർത്തിപരമായ കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനെ ബൈബിൾ എത്ര ഗൗരവതരമായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്ന് ഈ സംഭവം വെളിപ്പെടുത്തുകയാണ്. അതുപോലെ മറ്റ് അനേകം ഉദാഹരണങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബാബിലോൺ രാജാവായിരുന്ന ബൽഷസർ യെരൂശലേമിൽ നിന്ന് നെബൂഖദ്നേസർ കൊണ്ടുവന്നതായിരിക്കുന്ന യെരൂശലേം ദേവാലയത്തിലെ പാത്രങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും അതുപോലെ മദ്യം കുടിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായി അപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു കൈവിരൽ വന്ന് ഭിത്തിയിൽ എഴുതി,
ആ എഴുത്ത് വായിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. എന്താണ് സംഭവിച്ചത്? അന്ന് തന്നെ നമുക്കറിയാം, അദ്ദേഹം കൊല്ലപ്പെട്ടു. ആ രാത്രിയിൽ തന്നെ കൊല്ലപ്പെട്ടു. ബാബിലോന്യ സാമ്രാജ്യം അതോടുകൂടെ അസ്തമിക്കുകയാണ്. ദൈവത്തിന്റെ ഉപയോഗത്തിനായി വേർതിരിക്കപ്പെട്ടതായിരിക്കുന്ന പാത്രങ്ങൾ അശുദ്ധമായ നിലയിൽ ഉപയോഗിച്ചതാണ് അതിന് കാരണമായി തീർന്നത്. ഹെരോദ അഗ്രിപ്പ രാജാവ് താൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇതൊരു ദൈവത്തിന്റെ ശബ്ദമാണ്. ഹെരോദാവ് ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നത് കൊണ്ട് സ്വർഗത്തിലെ ദൂതൻ ഹെരോദാവിനെ അടിച്ചു എന്നാണ് നമ്മൾ അപ്പോസ്തലർ പ്രവൃത്തി 12-ന്റെ 21-23 വാക്യങ്ങളിൽ വായിക്കുന്നത്. താന് കൃമിക്കിരയായി. സെൻഹേരീബ് എന്ന് പറയുന്നതായിരിക്കുന്ന രാജാവ്, അശൂർ രാജാവ്, ദൈവത്തെ മറ്റ് ദേവന്മാരോട് തുല്യരാക്കി യഹോവയെ അവഗണിക്കുകയും ദുഷിക്കുകയും ചെയ്തു. ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്കറിയാം, സ്വർഗത്തിലെ ദൈവം ഒറ്റ രാത്രി കൊണ്ടൊരു ദൂതനെ അയച്ച് 1,85,000 പേരെ അശൂർ പാളയത്തിൽ അത്രയും പട്ടാളക്കാരെ കൊന്നുകളഞ്ഞു. സെൻഹേരീബ് മടങ്ങിപ്പോയി. പക്ഷേ സ്വന്തം മക്കളാൽ അന്ന് തന്നെ താൻ കൊല്ലപ്പെട്ടു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവനാമം ദൂഷിക്കുന്നവരായിരിക്കുന്ന ആളുകൾ. നാബോത്തിന്റെ മരണം നമുക്കറിയാം. ദൈവനാമം ദൂഷിച്ചു എന്ന വ്യാജ ആരോപണം നടത്തിയാണ് നാബോത്തിനെ ഇസബേൽ കൊന്നുകളഞ്ഞത്. അക്കാലത്തും ദൈവനാമം ദൂഷിക്കുന്നത് വലിയ കുറ്റമായിരുന്നു എന്നുള്ളതിന്റെ ഒരു നല്ല സൂചനയും ഉദാഹരണവുമായിട്ടാണ് അതിരിക്കുന്നത്, തെളിവാണത്. അപ്പോ ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്ന ആളുകളെ ഇസ്രായേലിന്റെ ഇടയിൽ ശിക്ഷിക്കുന്ന രീതി ബൈബിളിൽ നമുക്ക് കാണാം. അവിടെ നമ്മൾ വായിക്കുന്നത്, യഹോവയുടെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. പാപത്തിന് ശിക്ഷയുണ്ടെന്നാണ്. ദൈവത്തെ നിന്ദിക്കുന്നവര് ശിക്ഷിക്കപ്പെടാതിരിക്കുമോ? ദൈവത്തെ അവഗണിക്കുന്ന, ദൈവത്തെ പരിഹസിക്കുന്ന, ദൈവത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറുന്നവരായിരിക്കുന്ന മനുഷ്യര് ശിക്ഷിക്കപ്പെടാതിരിക്കുമോ? ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് കേൾക്കുമ്പോൾ ഉടനെ സ്വർഗത്തിൽ നിന്നൊരു മിന്നൽ അടിക്കുന്നത് പോലെയുള്ള ശിക്ഷയായിട്ടല്ല അത് കാണേണ്ടത്. ദൈവത്തിന്റെ പ്രതികരണ മനോഭാവം ഇതാണ് എന്ന് മനസ്സിലാക്കി ദൈവമക്കൾ പെരുമാറണം എന്നാണ് അതിന്റെ അർത്ഥം. ദൈവം അങ്ങനെയുള്ള പാപത്തോട് ശക്തമായി പ്രതികരിക്കുന്നു. അതിന്റെ ചില സൂചനകളൊക്കെയാണ് ഈ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവം പാപത്തോട് അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ദൈവമഹത്വത്തെക്കുറിച്ച് ആഴമേറിയ ബോധം ദൈവമക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിലാണ് ഈ 3-ാം കൽപ്പന ദൈവം നൽകുന്നത്. ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവം ആരാണ്, എങ്ങനെയുള്ളവനാണ്? സാധാരണ ഒരു വ്യക്തിയെ പോലെയോ മനുഷ്യനെ പോലെയോ കാണേണ്ടവനല്ല. അവൻ ഉന്നതനാണ്. അവൻ സർവവല്ലഭനായിരിക്കുന്ന നാമത്തിന്റെ ഉടമയായിരിക്കുന്ന വ്യക്തിയാണ്. ആ ദൈവത്തെ നമ്മൾ ബഹുമാനത്തോടെയും ആദരവോടെയും ആരാധനയോടെയും അല്ലാതെ നമുക്ക് എങ്ങനെ സമീപിക്കുവാനായിട്ട് സാധിക്കും? വളരെ തമാശ രൂപത്തിലൊന്നും നമുക്ക് ഇടപെടാനായിട്ട് കഴിയില്ല. പുതിയ നിയമപ്രകാരമാണെങ്കിൽ ഈ ആത്മീക അച്ചടക്കം ആ നിലയിലും ദൈവത്തിന്റെ മക്കളെ ശിക്ഷിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മുടെ പിതാവാണ്, അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും മക്കൾ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അത് നമ്മെ നശിപ്പിക്കാനല്ല, ദൈവനാമത്തിന്റെ വിശുദ്ധി മനസ്സിലാക്കി വിശുദ്ധ ജീവിതം വഴി ദൈവത്തിന് മഹത്വം നൽകാനാണ്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, ഏത് മകനെയും തല്ലുന്നു എന്നാണ്. കർത്താവിന്റെ നാമത്തിന് അപമാനകരമായ നിലയിൽ ജീവിക്കുന്നതായിരിക്കുന്ന വ്യക്തികളെ കർത്താവ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം മനസ്സിലാക്കി വിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ വിശുദ്ധിയോടുകൂടെ സേവിക്കുകയും ആ മഹത്വം നൽകി ജീവിക്കുകയും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. കർത്താവിന്റെ നാമത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന് വിരുദ്ധമായി ജീവിക്കുന്നതായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ആത്മീക ശൂന്യത അനുഭവപ്പെടുന്നു എന്നുള്ളതും ഒരർത്ഥത്തിൽ ഒരു ശിക്ഷ തന്നെയാണ്. സമാധാനം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും. തെറ്റ് ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയാതെ ആത്മീകമായിരിക്കുന്ന ഒരു ശൂന്യത വിശ്വാസികളുടെ, ദൈവമക്കളുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്നത് തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിന്റെ ഒരു ശിക്ഷയാണ്. പാപത്തിന് അതിൽ തന്നെ ഒരു പരിണിത ഫലമുണ്ടല്ലോ. വിഷം കുടിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിഷത്തിന് അവനെ കൊല്ലുവാനുള്ള ഹാനികരമായിരിക്കുന്ന ശക്തി അതിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. പാപത്തിന് അതിൽ തന്നെ മനുഷ്യനെ നശിപ്പിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. മനുഷ്യന്റെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും എടുത്തു കളയുന്ന തരത്തിലുള്ള ഒന്നാണ് പാപം. ദൈവനാമത്തിന് അപമാനകരമായ നിലയിൽ ജീവിക്കുന്നവരായ വിശ്വാസികൾ സ്വസ്ഥതയോടെയും
ആത്മീകമായിരിക്കുന്ന നിറവോടുകൂടിയുമുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുകയില്ല. സമൂഹത്തിലുള്ള മനുഷ്യരുടെ വിശ്വാസം നമ്മിൽ നഷ്ടപ്പെടും. ദൈവത്തിന്റെ പേരിൽ അധർമ്മവും വഞ്ചനയും പ്രവർത്തിച്ചാൽ ഒടുവിൽ ജനത്തിന്റെ ഇടയിൽ തരം താഴ്ത്തപ്പെടും. നമ്മൾ പിടിക്കപ്പെടും. ആളുകൾ നമ്മളെ തിരിച്ചറിയും. നമുക്കുള്ള ആദരവും ബഹുമാനവും ഒക്കെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകും. സഭാ നേതൃത്വത്തിലും അതുപോലെയുള്ള മറ്റ് ശുശ്രൂഷകളിലൊക്കെ ആയിരുന്നവര് തെറ്റായിരിക്കുന്ന ജീവിത രീതി നയിച്ചതിന്റെ ഫലമായി അത്തരം സ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ സാഹചര്യങ്ങൾ അതാണ്. പുതിയ നിയമത്തിൽ പറയുന്നത് എന്താണ്? വിതയ്ക്കുന്നത് തന്നെ മനുഷ്യൻ കൊയ്യുമെന്നാണ്. ദൈവത്തെ പരിഹസിച്ചുകൂടെ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നാണ്. മനുഷ്യർ പറയുന്നതായിരിക്കുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കണം. അത് ഭൂമിയിൽ വെച്ച് നമുക്ക് ലഭിക്കുന്ന ശിക്ഷ മാത്രമല്ല, ദൈവ മുമ്പിൽ ആർക്കും ഒരു ഒഴിവ് കഴിവുമില്ല എന്നാണ്. നമ്മൾ പറയുന്ന നിസ്സാര വാക്കുകളാണെങ്കിൽ പോലും വളരെ ഗൗരവതരമാണ്. ദൈവനാമത്തിന് അപമാനകരമായ നിലയിലാണ് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നമ്മൾ അത് ശ്രദ്ധിക്കണം. പുതിയ നിയമത്തിൽ പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവൻ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കപ്പെടുകയില്ലെന്നാണ്. ദൈവനാമത്തിനെതിരെ ഉള്ളതായിരിക്കുന്ന ദൂഷണം അത് ക്ഷമിക്കപ്പെടാത്തൊരു പാപമായിട്ട് പോലും കർത്താവ് പറയുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ആളുകൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ ബോധം വരുത്തുന്ന അവസരത്തിൽ ആത്മാവിന്റെ ആ പ്രചോദനത്തെ തള്ളിക്കളയുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ ദുഷിക്കുകയും തള്ളിക്കളയുകയും യേശുവിനെ സ്വീകരിക്കാതിരിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ എവിടെയാണ് പാപക്ഷമ ലഭിക്കുക? പാപക്ഷമ ലഭിക്കാനായിട്ട് സാധിക്കില്ല. ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാക്കാതെ യഥാർത്ഥത്തില് ദൈവനാമത്തെ ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ലക്ഷ്യമാക്കുന്നത്. നമ്മുടെ ജീവിതം ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണം. പത്രോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് കർത്താവ് അവസാനം ഒരു പ്രസ്താവന നൽകിയപ്പോൾ യോഹന്നാൻ ചോദിച്ചു, കർത്താവ് വരുന്നത് വരെ ജീവനോടെ ഇരിക്കുമോ? യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഏത് തരത്തിലുള്ള മരണം കൊണ്ട് പത്രോസ് കർത്താവിനെ മഹത്വപ്പെടുത്തും എന്നുള്ളത് വെളിപ്പെടുത്താനാണ് കർത്താവ് ആ പ്രസ്താവന നടത്തിയത്. നമുക്കറിയാം, പത്രോസിന്റെ മരണം തന്നെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായിട്ട് തീരുന്നു എന്നുള്ളതാണ്. വിശ്വാസികളുടെ മരണം പോലും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരണം. പാപത്തിലും തിന്മയിലും ലോകമോഹങ്ങളിലുമൊക്കെ അകപ്പെട്ട് ദൈവനാമത്തിന് അപമാനകരമായ നിലയിൽ ഈ ലോകത്തിൽ ജീവിച്ച് മരിക്കുന്നത് എന്തിനാണ്? നമുക്ക് ലഭിച്ചിട്ടുള്ള അല്പായുസ്, അല്പകാലം നമ്മുടെ കർത്താവിന്റെ നാമമഹത്വത്തിനായി, പുകഴ്ചയ്ക്കായി, മഹത്വത്തിനായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വളരെ അനുഗ്രഹകരമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിന്റെ നാമം നമ്മൾ വൃഥാ എടുക്കരുത്. അതാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നതായിരിക്കുന്ന കാര്യം. കൊലോസ്യ ലേഖനം 1:17 വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിപ്പിൻ. നമ്മൾ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുക, പിതാവായ ദൈവത്തിന് മഹത്വം നൽകുക. പിതാവായ ദൈവത്തിന് അതിലൂടെ മഹത്വം വരത്തക്ക നിലയിലുള്ള ഒരു പ്രവർത്തനവും ജീവിതവുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം നീ വൃഥാ എടുക്കരുത്. തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇന്നും അത് പ്രായോഗികമായി അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നാം സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അത് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ വാക്കുകളാകട്ടെ, നമ്മുടെ ചിന്തകളാകട്ടെ, നമ്മുടെ മനോഭാവങ്ങളാകട്ടെ, ലക്ഷ്യങ്ങളാകട്ടെ, നമ്മുടെ പ്രവൃത്തികളാകട്ടെ, നമ്മുടെ പെരുമാറ്റങ്ങളാകട്ടെ, എല്ലാം കർത്താവെ അങ്ങയുടെ നാമത്തിന് മഹത്വം വരുന്ന വിധത്തിലായിരിക്കണമേ. ആ തരത്തിൽ എന്നെ രൂപപ്പെടുത്തണമേ, എന്നെ വ്യത്യാസപ്പെടുത്തണമേ. എനിക്ക് അതിനുള്ള ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും തരണമേ. ദൈവാത്മാവ് എന്നെ ആ തരത്തിൽ നിയന്ത്രിക്കണമേ. എന്റെ ജഡത്തിനും എന്റെ താല്പര്യങ്ങൾക്കും അനുസരിച്ചല്ല, അങ്ങയുടെ മഹത്വത്തിനായി തന്നെ എന്നെ അവസാനം വരെ ഉപയോഗിക്കണമേ എന്ന ആഗ്രഹവും പ്രാർത്ഥനയും ഏതൊരു ഭക്തന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉയരേണ്ടതായിരിക്കുന്ന ഒന്നാണ്. അവസാനം വരെ, അന്ത്യശ്വാസം വരെ കർത്താവിന് മഹത്വം നൽകി ഈ ഭൂമിയിൽ ജീവിക്കുവാനാണ്
കർത്താവ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങൾ ആ നിലയിൽ നമുക്ക് പ്രയോജനമായി തീരട്ടെ, പ്രോത്സാഹനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. 10 കൽപ്പനകളിൽ ഈ 3-ാം കൽപ്പനയുടെ അതിന്റെ പ്രായോഗികമായിട്ടുള്ള ചില വശങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുകയായിരുന്നല്ലോ. നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ സംസാരത്തില് ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കാൻ ദൈവനാമം വളരെ ലാഘവമായിട്ട് എടുക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവനാമം ഉപയോഗിക്കുമ്പോൾ നാം യഹോവയുടെ നാമം വൃഥാ എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ദൈവത്തിന്റെ നാമം മനുഷ്യരുടെ മധ്യേ അത് വിശുദ്ധീകരിക്കപ്പെടാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവം പറഞ്ഞത് അങ്ങനെ യഹോവയുടെ നാമം വൃഥാ എടുക്കുന്നവനെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്നാണ്. അതിഗൗരവമായിട്ടുള്ള ഒരു പാപം എന്നുള്ള നിലയിലാണ് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പഴയ നിയമത്തില് മരണശിക്ഷ ക്ഷണിച്ചു വരുത്തുന്ന ഒരു പാപമായിട്ടാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. വ്യക്തികളെ, ഒരുപക്ഷെ സാമ്രാജ്യങ്ങളെ പോലും തകർത്ത് കളഞ്ഞ അതിഗൗരവമായിട്ടുള്ള ഒരു പാപം എന്നുള്ള നിലയിലാണ് നാം ഇതിനെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം വരാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ, വാക്കുകൾ, ചിന്തകൾ ഉണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശോധിച്ചു നോക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം ജീവിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ വിലയേറിയ ചിന്തകൾ പറഞ്ഞു തന്ന ജോസ്റ്റിനോടുള്ള നന്ദി പറയുന്നു.